മന്ത്രിസഭയിൽ അംഗമാകാൻ പൂഴിക്കടകൻ പുറത്തെടുത്ത ചെന്നിത്തല. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമാകാൻ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചു. അദ്ദേഹം ഉപാധികൾ അംഗീകരിച്ച് നേതൃയോഗത്തിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ലെന്ന് RC ക്യാമ്പ് വ്യക്തമാക്കി. 2 ദിവസത്തെ മൗനത്തിന് ശേഷമാണ് ചെന്നിത്തല കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുന്നത്. രണ്ടു ദിവസം നീണ്ട രമേശ് ചെന്നിത്തലയുടെ മൗനവും ശാന്തതയും അനുനയത്തിന്റെ വെള്ളക്കൊടിയെന്ന് കരുതിയവരെ ഞെട്ടിച്ചാണ് കലാപക്കൊടി ഉയർത്തുന്നത്. വി.ഡി. സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ അംഗമാകണമെങ്കിൽ ആഭ്യന്തരത്തിൽ കുറയാത്ത മന്ത്രിസ്ഥാനവും ഒപ്പം നിൽക്കുന്ന 2 MLA-മാർക്ക് അർഹമായ മന്ത്രി പദവിയും വേണമെന്ന് ചെന്നിത്തല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കനെ പരിഗണിക്കണമെന്ന അതിരുകടന്ന ആവശ്യം കൂടി ചെന്നിത്തല ഉയർത്തുന്നുണ്ട്. ഇതുകൂടാതെ ഒപ്പമുള്ള നേതാക്കൾക്ക് ബോർഡുകളിൽ വ്യക്തമായ പ്രാതിനിധ്യവും അധ്യക്ഷ സ്ഥാനങ്ങളും നൽകണമെന്നാണ് ഒരു ദശാബ്ദത്തിന് മുൻപുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. വൈകിട്ട് കേരളത്തിലെത്തുന്ന KC വേണുഗോപാലിനെ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും RC ക്യാമ്പ് അറിയിച്ചു. മന്ത്രിസഭയിലും ചെന്നിത്തല അവഗണനയുടെ കയ്പ് കുടിക്കേണ്ടി വരുമെന്ന് കണ്ടതോടെ കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡിനോടുള്ള തന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നുവെന്നും ചെന്നിത്തലയെ മന്ത്രിസഭയിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും PJ കുര്യൻ. രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരിക്കണം, നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യമാണ്, മന്ത്രിസഭയ്ക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. ചെന്നിത്തലയ്ക്ക് അർഹമായ പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ടെന്നും ഇത്തവണയും അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അദ്ദേഹം മന്ത്രിയാകണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ അറിയിക്കും. അത് സ്വീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ചെന്നിത്തലയെ കാണുമെന്നും കാര്യങ്ങൾ സംസാരിച്ച് ധാരണയിലെത്തിക്കാൻ താൻ ഉൾപ്പെടെ നേതാക്കൾ ശ്രമിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തന്നെ കലാപക്കൊടി ഉയർത്തിയ K. സുധാകരൻ. അതൊക്കെ അനുനയിപ്പിക്കും. അതിന് പാർട്ടിക്ക് ഹൈക്കമാൻഡ് ഉണ്ട്, നേതാക്കന്മാരുണ്ട്, അവരൊക്കെ വിളിക്കും, സംസാരിക്കും, ഞങ്ങളൊക്കെ കാണും, സംസാരിക്കും. അങ്ങനെയല്ലേ തീർക്കുക. രാഷ്ട്രീയ അംഗത്തട്ടിൽ ഇനിയൊരു ബാല്യം അവശേഷിക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് 102 സീറ്റിന്റെ മികച്ച വിജയത്തിലും അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ചെന്നിത്തലയെ മുഖ്യമന്ത്രി കസേരയ്ക്കായി പോരിനിറക്കിയത്. 10 ദിനരാത്രങ്ങൾ പടവെട്ടി ട്രംപ് കാർഡായി മാറുമെന്ന് കരുതിയെങ്കിലും വി.ഡി. സതീശന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ വീടിന്റെ പിൻവാതിൽ വഴി ഹരിപ്പാട്ടേക്ക്. പ്രതിസന്ധികളിലെല്ലാം ഒപ്പം നിന്നത് ഗുരുവായൂരപ്പനാണെന്ന തിരിച്ചറിവിൽ നേരെ കൃഷ്ണനെ കണ്ടു തൊഴുതു. ദർശനശേഷം മൗനം വെടിഞ്ഞ രമേശ് എല്ലാം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചെന്ന് മാധ്യമങ്ങളോട് മനസ്സ് തുറന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ചെന്നിത്തലയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവ് എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തകർ ചെന്നിത്തലയെ പൊതിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലും വീട്ടിലും എല്ലാം ഹൈക്കമാൻഡിനെ വിട്ടെന്ന് ആവർത്തിച്ച ചെന്നിത്തല തിരുവനന്തപുരത്തെ സ്വവസതിയായ ദേവദത്തിൽ നിന്നും ബന്ധുവീട്ടിലേക്ക് പോയി. ഉപാധി വാർത്തകൾ പുറത്തു വന്നതോടെ തിരികെ എത്തി. വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്താൻ എത്തുമെന്ന് അറിയിച്ചതോടെയാണ് പിണങ്ങിപ്പോയ രമേശ് തിരിച്ചെത്തിയത്. അബിൻ വർക്കിയും അൻവർ സാദത്തും ഉൾപ്പെടെ MLA-മാരും RCയെ കാണാൻ വീട്ടിലെത്തി. പരമാവധി MLA-മാരുടെ പിന്തുണ തേടി സമ്മർദ്ദം ശക്തമാക്കാനാണ് RC ക്യാമ്പിന്റെ നീക്കം. അതേസമയം വൈകിട്ടത്തെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഇനിയും തീരുമാനവുമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.